ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മളിപ്പോൾ ഈ കൊറോണ തുടങ്ങിയതിന് ശേഷം നമ്മുടെയൊക്കെ നാട്ടിൽ കുറേ കടകൾ, നമുക്ക് പരിചയമുള്ള കുറേ കടകൾ അടച്ചതായിട്ട് കണ്ടിട്ടുണ്ടാവും. കുറേ കടകൾ. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പുറകിലുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, എന്താണ്? നഷ്ടത്തിലായിരുന്നു, അതുകൊണ്ട് അടച്ചു. അതുപോലെ തന്നെ ചില ആൾക്കാർ കടകൾ ഇങ്ങനെ വിപുലീകരിക്കുന്നുണ്ടാവും. ഇപ്പോൾ കുറവാണെങ്കിലും ഉണ്ടാവും. അതിനർത്ഥം എന്താ? അവർ ലാഭത്തിലാണ്, അല്ലേ? എന്താണ് ലാഭവും നഷ്ടവും? അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്. എന്താണ് ലാഭവും നഷ്ടവും? ലാഭവും നഷ്ടവും ഒക്കെ പറയുന്നതിന് മുമ്പേ നമ്മൾ ഏതെങ്കിലും കമ്പനികൾ, ഓർഗനൈസേഷൻ, ഇതിലെല്ലാം ഉള്ളൊരു സാധനമാണ് P&L സ്റ്റേറ്റ്മെൻറ്റ്. P&L സ്റ്റേറ്റ്മെൻറ്റ്. P&L സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് P&L സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് P&L സ്റ്റേറ്റ്മെൻറ്റ്? P&L സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു കാലപരിധിക്കുള്ളിൽ, ഉദാഹരണത്തിന് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു കമ്പനിയിലുണ്ടായ വരുമാനം. ഒരു കമ്പനിയിൽ ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായി. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ എന്തൊക്കെ ഉണ്ടാവും? കുറേ ചെലവുകൾ അവർക്കുണ്ടാവും, അല്ലേ? ആ ചെലവുകളും അതുപോലെ തന്നെ ഉണ്ടായ വരുമാനം എല്ലാ ഡീറ്റെയിൽസും കാണിച്ചിട്ടുള്ള, അതായത് അവിടുത്തെ റവന്യൂ അതുപോലെ തന്നെ എക്സ്പെൻസുകൾ എല്ലാം കാണിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് P&L സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് അവർക്ക് തീരുമാനിക്കാം എങ്ങനെ അവരുടെ ലാഭം കൂട്ടാം. റവന്യൂ കൂട്ടിയിട്ടാണോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറച്ചിട്ടാണോ, എങ്ങനെ വേണമെന്നുള്ളത് അതിൽ നിന്ന് തീരുമാനിക്കാം. ഇതിന് പറയുന്ന ഈ P&L സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പിന്നെ ഒന്ന് P&L സ്റ്റേറ്റ്മെന്റ്. ദെൻ അടുത്ത പേരാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. Statement of operations. Statement of operations. Then statement of financial results. Statement of financial results. കാരണം എന്താ? ഇത് കംപ്ലീറ്റ് പറയുന്നത് അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. Then income and expense statement. ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്തിൻ്റെ പേരുകളാണ്? നമ്മൾ ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പേരുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് P&L സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കട്ടെ, ഈ P&L സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത്. പിന്നെ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ പഠിക്കാൻ പോണ കാര്യം ലാഭം നഷ്ടം, പ്രോഫിറ്റ് ലോസ്. എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്? അതിനു മുമ്പ് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ ഒരു മാർക്കർ, ഈ വൈറ്റ് ബോർഡ് മാർക്കർ ഞാൻ വാങ്ങിയത് 25 രൂപക്കാണ്. 25 രൂപക്കാണ് ഞാൻ ഈ വൈറ്റ് ബോർഡ് മാർക്കർ വാങ്ങിയത്. എനിക്ക് ഇതിനായ പൈസ 25 രൂപ. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ വാങ്ങിച്ചതാണ്, അതല്ല ഇത് ഞാൻ വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണെന്ന് വിചാരിക്കുക. അപ്പം ഞാനിത് വാങ്ങിയത് എത്ര രൂപക്കാണ്? 25 രൂപക്ക്. ഈ വിലക്ക് പറയുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ്, CP എന്ന് പറയും. CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്. ഇത് ഞാൻ വിൽക്കാനാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കിതിന് ചിലവായ തുകയാണ് കോസ്റ്റ് പ്രൈസ്. ഇനി ഇത് ഞാൻ വിൽക്കാൻ പോവുകയാണ്. ഈ മാർക്കർ ഞാൻ വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുമ്പോൾ ഞാൻ ഇതിനൊരു വില ഇട്ടു. എത്ര ഇട്ടു? 30 രൂപ എന്ന് ഇട്ടു. ഓക്കെ, അപ്പോൾ ആ പറയുന്ന പേരാണ് SP, സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ്
പ്രൈസ്. ഈ വിലക്കാണ് ഞാനത് വിൽക്കുന്നത്. അപ്പം ഞാനിത് 25 രൂപക്ക് വാങ്ങി. ഇതിൻ്റെ കോസ്റ്റ് എനിക്ക് എത്രയായി? 25 രൂപയായി. അത് ഞാൻ വിൽക്കുകയാണ് എത്ര രൂപക്ക്? 30 രൂപക്ക്. അതിനെയാണ് ഞാൻ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. അതായത് ഞാൻ വാങ്ങാൻ ഉപയോഗിച്ചത് 25 രൂപയാണ്, ഞാൻ വിൽക്കുന്നത് 30 രൂപക്കാണ്. ഞാനത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് 5 രൂപ ലാഭം കിട്ടും. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചു. അപ്പോൾ അടുത്തത് ലാഭം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ഗെയിൻ, GAIN. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, എപ്പോഴാണ് ലാഭം ഉണ്ടാവുന്നത്? ലാഭം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലാഭം കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി സെയിം ഉദാഹരണം തന്നെ. ഞാൻ 25 രൂപക്കാണ് അത് വാങ്ങിയത്. പക്ഷെ ആരും ഇതെൻ്റെ നിന്ന് വാങ്ങാത്തതുകൊണ്ട് ഞാനത് എത്ര രൂപക്ക് കൊടുത്തു? 20 രൂപക്ക് കൊടുത്തു. അങ്ങനെയെങ്കിലും ഇതൊന്ന് വിറ്റ് പോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 25 രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്, വിറ്റത് 20 രൂപക്കാണ്. എനിക്ക് ലാഭം കിട്ടിയോ? ഇല്ല. പകരം എന്താണ്? 5 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി, അല്ലേ? അതായത് എനിക്ക് നഷ്ടമാണ് സംഭവിച്ചത്. അപ്പോൾ ലോസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എങ്ങനെ കിട്ടിയത്? നേരെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 മൈനസ് 25 -5 എന്ന് കിട്ടും. മൈനസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക? അത് നഷ്ടമാണ്. ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറക്കാം. കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. നമുക്ക് എന്ത് കിട്ടും? എത്രയാണ് നമുക്കുണ്ടായ നഷ്ടം എന്ന് കിട്ടും. ഇനി എപ്പോഴാണ് നഷ്ടം സംഭവിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ നഷ്ടം സംഭവിക്കും. ഇപ്പോൾ ലാഭം വേണമെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാവണം. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും? നഷ്ടമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ലാഭം നഷ്ടം, ഇപ്പോൾ നമ്മൾ കുറക്കൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 25 രൂപ ലാഭം, 25 രൂപക്ക് വാങ്ങിച്ചു, 20 രൂപക്ക് വിറ്റു, 5 രൂപ നഷ്ടം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ഓരോ കേസിൽ പറയണതാണ്. സാധാരണയായിട്ട് ലാഭവും നഷ്ടവും എപ്പോഴും എന്തിലാണ് പറയുക? ലാഭവും നഷ്ടവും എല്ലായ്പ്പോഴും പറയുക പേഴ്സൻറ്റേജിലാണ്. പെർ 100, 100ൽ എത്ര ലാഭം, 100ൽ എത്ര നഷ്ടം, ഇങ്ങനെയാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാണുക? ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പേഴ്സൻറ്റേജ് കാണുക. അതിനാദ്യം നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, എല്ലായ്പ്പോഴും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് കോസ്റ്റ് പ്രൈസിനെയാണ്. അത് കോസ്റ്റ്, നമ്മൾ വാങ്ങിയ വില, ഈ കോസ്റ്റ് പ്രൈസിനെ മാത്രമാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യണത്? പ്രോഫിറ്റും ലോസും ഡിപ്പെൻഡ് ചെയ്യണത്. ലാഭവും നഷ്ടവും എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണത്? കോസ്റ്റ് പ്രൈസിനെയാണ്. അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ പേഴ്സൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയാണോ നമ്മുടെ ലാഭം, ഇപ്പോൾ നമുക്ക് കിട്ടിയത് 5 രൂപ ലാഭമാണെന്ന് വിചാരിക്കുക, അതാണ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഏതിൻ്റെ? കോസ്റ്റ് പ്രൈസിൻ്റെ. കാരണം ലാഭവും നഷ്ടവും എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യണത്? കോസ്റ്റ് പ്രൈസിനെ. അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ഇനി എന്താണ് കാണുന്നത്? പേഴ്സൻറ്റേജ് ആണ്. പേഴ്സൻറ്റേജ് കാണുമ്പോൾ ഇൻറ്റു 100. ഇപ്പം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇവിടെ നോക്കാം. 25 രൂപക്ക് വാങ്ങി 30 രൂപക്ക് വിറ്റു. ഇവിടുത്തെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് നമുക്കൊന്ന് കാണാം. ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ചെയ്ത് നോക്കുക. 30 മൈനസ് 25. അപ്പോൾ പ്രോഫിറ്റ് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഇനി കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എത്രയാ? 25. 5/25. ഇനി പേഴ്സൻറ്റേജ് കാണാൻ
ഇൻറ്റു 100 എത്ര കിട്ടും? 20%. അതായത് എനിക്ക് ഇവിടെ കിട്ടിയത് എത്രയാണ് കിട്ടിയത്? ലാഭം 20% ലാഭമാണ് കിട്ടിയത്. ഓക്കെ, കോസ്റ്റ് പ്രൈസിന്റെ 20% ലാഭമാണ് എനിക്കിവിടെ കിട്ടിയത്. ഇനി അതേപോലെ തന്നെ ലോസ് പെർസെൻറ്റേജ് നോക്കാം. നഷ്ടം എത്ര ശതമാനമാണ്? എങ്ങനെയാണ്? ഇവിടെ പ്രോഫിറ്റ് ആയിരുന്നു, ഇവിടെ എന്തായിരിക്കും? ലോസ് ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ ലാഭവും നഷ്ടവും എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു? കോസ്റ്റ് പ്രൈസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യണത്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100% ആണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു നഷ്ടം വന്ന കേസിൽ എങ്ങനെയാണ് പറഞ്ഞത്? 25, ഇവിടെ 20 ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കാം, 25-ന് വാങ്ങിച്ചു, 20 രൂപയ്ക്ക് വിറ്റു. നമ്മുടെ നഷ്ടം എത്രയായിരുന്നു? 5 അല്ലേ? കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 25 തന്നെ ഇൻറ്റു 100 അല്ലേ? അപ്പൊ എത്ര കിട്ടി? 20% തന്നെ. അപ്പൊ നമുക്ക് നേരത്തെ കേസിൽ നമുക്ക് ലാഭം എത്രയാന്നുള്ളത് കണ്ടു, ഇവിടെ നഷ്ടം എത്ര ശതമാനമാണെന്ന് കണ്ടു. ഇനി അടുത്തൊരു കാര്യം, എങ്ങനെയാണ് ഇപ്പൊ സാധാരണ നമ്മളൊരു വില പറഞ്ഞു. ഇപ്പൊ ഞാനൊരു സാധനം വാങ്ങണത് 500 രൂപക്ക് ഞാനൊരു സാധനം വാങ്ങി. ഓക്കെ, ഞാൻ എല്ലാ സാധനങ്ങൾക്കും അല്ലെങ്കിൽ 500 രൂപേൻ്റെ എനിക്ക് വേണ്ടത് 10% ലാഭമാണെന്ന് വിചാരിക്കുക. 500 രൂപയാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ്, എനിക്ക് വേണ്ടത് 10% ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിത് എങ്ങനെയാണ് കാണുക? അതാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, ലാഭമാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ആണ് വേണ്ടത് എന്ന് വിചാരിക്കുക. ലാഭമാണെങ്കിൽ അതെല്ലായ്പ്പോഴും നമ്മൾ എങ്ങനെ കണക്കാക്കുക? 100-ൽ കൂടുതൽ, കാരണം നമ്മൾ പെർസെൻറ്റേജിലല്ലേ കാണുന്നത്. അപ്പോൾ ഈ 500 എന്നുള്ളത് ആണ് നമ്മുടെ വില അല്ലേ? അപ്പം അത് 100 കണക്കാക്കിയിട്ട് കാണുക. ഇപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? 100-ൽ കൂടുതലായിരിക്കും. അപ്പം ഈ 500-ന് 10% ലാഭം വെച്ചിട്ട് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 500 ഇൻറ്റു എത്ര ശതമാനം ലാഭം നമുക്ക് വേണ്ടത്? 10% ലാഭം. അപ്പം 100 പ്ലസ് 10% ബൈ 100. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര രൂപക്കാണ് നമ്മൾ വിൽക്കേണ്ടത് എന്ന് കിട്ടും. അതായത് സെല്ലിംഗ് പ്രൈസ് കിട്ടും. 500 ഇൻറ്റു 100 പ്ലസ് 10/100. ഈ കേസിൽ 10% ലാഭം വേണ്ട കേസിൽ. ഓക്കെ, ഇനി ഇത് ഒരു ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റാം. അതിന് മുമ്പേ നഷ്ടമാണെങ്കിൽ എങ്ങനെ കാണുക? നഷ്ടമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കാണുക? നഷ്ടമാണ്. ഇപ്പൊ ഞാൻ 500 രൂപേൻ്റെ ഒരു സാധനം എനിക്ക് 10% നഷ്ടം സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് കാണും? 500-ന്റെ 10% നഷ്ടം എന്ന് പറഞ്ഞാൽ 100 അതിന്റെ വില എന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറവല്ലേ എനിക്ക് കിട്ടുക. അപ്പൊ ഇതിനെ 100-ൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 500 ഇൻറ്റു 100 പ്ലസ് 10 എന്നുള്ളത് എന്താവും? 100 മൈനസ് 10 ബൈ 100. ഇപ്പൊ എന്ത് കിട്ടും? 10% നഷ്ടത്തിലാവുമ്പോൾ എത്രയാന്നുള്ളത്, അതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാന്നുള്ളത് കിട്ടും. അപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് എത്രയാണ് കാണുന്നത്? 500-ന്റെ 110% നമ്മൾ കാണുന്നത്. ഇവിടെ ആവുമ്പോൾ 500-ന്റെ 90% നമ്മൾ കാണുന്നത്. ഓക്കെ, എന്ത് കാണാൻ? സെല്ലിംഗ് പ്രൈസ് കാണാൻ. ഏതെന്ന്? കോസ്റ്റ് പ്രൈസ് എന്ന് സെല്ലിംഗ് പ്രൈസ്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും കാണൽ ഇങ്ങനെയാണ്. ഇനി ഇത് എങ്ങനെ ഒരു ഇക്വേഷൻ ആക്കി എഴുതാന്നുള്ളത് നോക്കാം. ഇത് ഇക്വേഷൻസ് കുറേ എണ്ണം ഉണ്ട്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഓരോ ഇക്വേഷൻസ് പഠിച്ചാൽ മതി, എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? സെല്ലിംഗ് പ്രൈസ് ആണ്. ആദ്യത്തെ കേസ് നമുക്ക് ലാഭമാണ്. അപ്പോൾ ഏതിൻ്റെയാണ് കാണേണ്ടത്? കോസ്റ്റ് പ്രൈസിൻ്റെ അല്ലേ? എത്രയാണ് കാണേണ്ടത്? ലാഭമായതുകൊണ്ട് 100-ൽ കൂടുതലാണ്. അപ്പൊ ഇൻറ്റു 100 പ്ലസ് എന്ത് പെർസെൻറ്റേജാണ് കാണേണ്ടത്?
പ്രോഫിറ്റ്, ഇപ്പോൾ 10% ആണെങ്കിൽ ആ 10 പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100. ഇത് ചെയ്താൽ എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. എപ്പോൾ? ലാഭമാണെങ്കിൽ. ഇനി നഷ്ടമാണെങ്കിൽ അപ്പം എങ്ങനെ കാണുക? കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജിന് പകരം എന്താവും? നഷ്ടമാവുമ്പോൾ മൈനസ് ലോസ് പെർസെൻറ്റേജ് ബൈ 100. ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് പ്രൈസ് എങ്ങനെ കാണുക നോക്കാം. ഇപ്പോൾ ഇതിപ്പോൾ എന്തായി? സെല്ലിംഗ് പ്രൈസിന്റെ കേസായി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് നമുക്ക് കാണണം. നമ്മളോട് പറയാണ് ഇത്ര ശതമാനം ലാഭം കിട്ടി, നമ്മൾ വിറ്റ വില എത്രയാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ നേരെ തലയിൽ വെച്ച് എഴുതുക. ഈ കോസ്റ്റ് പ്രൈസ് ഉണ്ടല്ലോ, അത് നേരെ എഴുതുക. കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഉണ്ട് അല്ലേ? സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു ഈ ഇക്വേഷൻ്റെ ഇപ്പുറത്തുള്ളത് അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ താഴെയുള്ള 100 എവിടെ പോവും? മുകളിൽ പോവും. ഇൻറ്റു 100, പിന്നെ ഡിവൈഡ് ബൈ ഇവിടെ എന്തൊക്കെ ഉണ്ട്? 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇത് മുകളിലല്ലേ, അത് ഇപ്പുറത്ത് താഴേക്ക് പോകും. 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ക്ലിയർ അല്ലേ? അതുപോലെ ഇവിടെയും നോക്കുക. ഇവിടെ കോസ്റ്റ് പ്രൈസ് എങ്ങനെ കാണുക? സെല്ലിംഗ് പ്രൈസ് ഇവിടെ ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് അതേപോലെ ഇൻറ്റു ഇവിടെ ഡിവൈഡ് ബൈ 100 ആണ്, ഇവിടെ മുകളിലേക്ക് പോവും. ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും കാണാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു ലാഭവും നഷ്ടവും എല്ലായ്പ്പോഴും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്? കോസ്റ്റ് പ്രൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാഭമാണെങ്കിൽ, ഇപ്പോൾ പറയാണ്, ഒരാൾ പറയാണ് എനിക്ക് 30% ലാഭമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു 1000 രൂപയുടെ സാധനം അല്ലെങ്കിൽ 500 രൂപയുടെ സാധനമാണെങ്കിൽ അതിന്മേൽ ഒരു വില ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 500 രൂപക്കാണ് എനിക്ക് കിട്ടുന്നത്, എനിക്ക് 30% ലാഭം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണക്കാക്കുക? ലാഭമായതുകൊണ്ട് അതിനെ കൂട്ടുക. അപ്പോൾ 30% ലാഭമാണ് വേണ്ടത്. അപ്പോൾ എത്ര നമ്മൾ കാണേണ്ടത്? 130%. ഓക്കെ, കോസ്റ്റ് പ്രൈസിൻ്റെ 130%. അതാണ് ഈ ഇക്വേഷനിൽ വരുന്നത്. 100 പ്ലസ് 30 130. ഓക്കെ, ഇനി നഷ്ടമാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഇപ്പോൾ 20% നഷ്ടമാണെങ്കിൽ അതെന്താണ് വരിക? 100ൽ നിന്ന് കുറക്കും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 80%. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ലാഭവും നഷ്ടവും കാണുമ്പോഴുള്ള ഇക്വേഷൻസ്. ഇക്വേഷനൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.